നിയമം ഭീഷണിയിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ളതാണ്. പക്ഷേ നിയമം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു അനിതസാധാരണമായിട്ടൊരു സാഹചര്യമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങളെല്ലാം വളരെ യാന്ത്രികമായിട്ടുള്ള സമാനതയോടുകൂടി പ്രതികരിക്കണമെന്നില്ല. വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കാരണമായി കൊണ്ടോ അല്ലാതെയോ ഒരുപക്ഷെ ജനുവിനായിട്ടോ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ കൊടുത്തിട്ടില്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ പണം കൊടുക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ എങ്ങനെയാണ് കേസെടുക്കാൻ കഴിയുക? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. ചിന്തിക്കുവാൻ മാത്രമല്ല, അത് പറയുവാനും എനിക്ക് അവകാശമുണ്ട്. ആർട്ടിക്കിൾ 19(1)A ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അപ്പം നമുക്കുള്ള അവകാശങ്ങളല്ലേ. പിന്നെ ഈ FIR കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നിയമം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ആർക്കെങ്കിലുമൊക്കെ ഉത്കണ്ഠയുണ്ടെങ്കിൽ ജനാധിപത്യപരമായ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആരോഗ്യകരമായിട്ട് ഗണ്ണിക്കുവാൻ കഴിയണം. ജയിലിൽ അടയ്ക്കുക എന്നുള്ളതല്ല വഴി. ഇപ്പോൾ തന്നെ ഈ FIRകൾ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 192 BNS സെക്ഷൻ, അതായത് കലാപമുണ്ടാക്കുവാൻ പ്രകോപനം സൃഷ്ടിക്കുക, ഇത് കേസെടുത്തിരിക്കുന്ന പ്രിൻസിപ്പൽ പ്രൊവിഷനാണ്. ആ പ്രൊവിഷൻ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, നിയമപരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആരെയെങ്കിലും പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ, എനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചോ മറ്റേതെങ്കിലും ഒരു ദുരിതാശ്വാസ നിധിയെക്കുറിച്ചോ എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാകുന്നത്? ഇൻഗ്രീഡിയൻസ് തന്നെ അട്രാക്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പം ഞാൻ സത്യസന്ധമായിട്ടൊരു അഭിപ്രായം പറഞ്ഞു, ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സർക്കാരിനെ വിമർശിച്ചു കഴിഞ്ഞാൽ എതിർ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ മർദ്ദിക്കും അല്ലെങ്കിൽ അവർ അക്രമം നടത്തുമെന്ന് പറഞ്ഞ് എനിക്ക് ആ രാഷ്ട്രീയ നേതാവിന് പറയുവാനുള്ള അഭിപ്രായം പറയരുത് എന്ന് പറയാൻ കഴിയുമോ? ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അവിടെ മാത്രമാണ് ഈ സെക്ഷൻ 192 എന്ന് പറയുന്ന കലാപാഹ്വാനം ഉണ്ടാക്കി പ്രകോപനം സൃഷ്ടിച്ചു എന്ന് പറയുന്ന പ്രൊവിഷൻ ബാധകമാകുന്നത്. ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷൻ 51 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഇൻവോക്ക് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണ്? ദുരന്ത നിവാരണ വഴിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഉദ്യോഗസ്ഥരെയോ ഒക്കെ തടസ്സം നിർത്തി തടയുകയാണെങ്കിൽ ആണ് ഈ സെക്ഷൻ 51 ഇൻവോക്ക് ചെയ്യേണ്ടത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലം കിടന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിന് നല്ലതല്ല. എന്ന് മാത്രമല്ല, ഡിസന്റ് വേണ്ടേ? ഈ ഡിസന്റ് അല്ലേ ഈ ജനാധിപത്യത്തിൽ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ദുരിതാശ്വാസ നിധി കൂടുതൽ സുതാര്യമായിട്ട് ഇന്ന് വരും എന്ന് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ ഒരു ഉറപ്പ് തരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നുവോ? അപ്പോൾ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെയും സംഘടനകളെയും ഇങ്ങനെയുള്ള വ്യവസ്ഥിതിയെയും ഒക്കെ പുരോഗമനത്തിലേക്ക് നയിക്കുവാൻ അത് ആവശ്യമാണ്. ഇപ്പൊ അഖിൽ മാരാറോ സാജൻ സ്കറിയയോ ഒക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു എന്നതുകൊണ്ട് അവരെ ജയിലിലാക്കും, അവർക്കെതിരെ FIR ഇടും. ഇല്ലീഗലായിട്ട് അവരെന്താ പറഞ്ഞത്? അല്ലെങ്കിൽ സർക്കാർ വഴി മാത്രമേ പുനരധിവാസം സാധ്യമാവുകയുള്ളൂ. ആയിരക്കണക്കിന് NGOകള്, നിരവധി രാഷ്ട്രീയ സംഘടനകളുടേതായിട്ടുള്ള സന്നദ്ധ വിങ്ങുകൾ ഒക്കെ ഉള്ളപ്പോൾ ഇത്തരത്തിൽ അവർക്കാർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല, സർക്കാർ വഴി മാത്രമേ എന്ന് പറയുന്നത് വളരെ റിഡക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. എല്ലാ ബഹുമാനത്തോടും കൂടി പറയുകയാണ്, ഇത്തരത്തിൽ കേസെടുത്തുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുക, അല്ലെങ്കിൽ എന്റെ വഴി അല്ലെങ്കിൽ ഒരു വഴിയും ഉണ്ടാകരുത് എന്ന തരത്തിലൊരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. നിയമത്തിൽ നിലനിൽക്കാത്ത ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഇങ്ങനെ അഫക്ട് ചെയ്യപ്പെടുന്നവർ അപ്രോച്ച് ചെയ്യുന്ന കോടതി ഒരു നിമിഷം പോലും അമാന്തം കാണിക്കാതെ ഇടപെടേണ്ടതായിട്ടുള്ള ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത്.